ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പരസ്യജീവിത ശുശ്രൂഷയിൽ അദ്യവസാനം അവിടുത്തെ ചങ്ക് നിറഞ്ഞു നിന്ന ചിന്ത ദൈവരാജ്യം എന്നുള്ളതായിരുന്നു. വിശുദ്ധ സുവിശേഷത്തിൽ നാം വായിക്കുന്നു ഈശോയുടെ ദൗത്യ ആരംഭത്തെക്കുറിച്ച്. മർക്കോസ് 1:14-15 തിരുവചനങ്ങളിൽ യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ ഈശോ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോയുടെ 3 വർഷക്കാലത്തെ ശുശ്രൂഷയെപ്പറ്റിയുള്ള സമ്മറി സ്റ്റേറ്റ്മെൻറ്റ്സ് സുവിശേഷകന്മാർ ആവർത്തിച്ച് നൽകുമ്പോൾ അവിടെ എടുത്തു പറയുന്നതും ഈശോ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളും ചുറ്റി സഞ്ചരിച്ചു എന്നാണ്. തൻ്റെ പീഡാസഹനത്തിനും മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പുള്ള ആ 40 ദിവസങ്ങളിൽ ഈശോ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നുവെന്ന് അപ്പോസ്തല പ്രവർത്തനം 1:3 നാം വായിക്കുന്നു. ഇപ്രകാരം പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് ഈശോ അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രധാന ശത്രുവായി, തടസ്സമായി ഈശോ കണ്ടത് സാത്താനെയാണ്, അവൻ്റെ രാജ്യത്തെ, നരകരാജ്യത്തെ ആണ്. മത്തായി 12:28 അതുകൊണ്ട് ഈശോ പഠിപ്പിക്കുന്നതായിട്ട് നാം വായിക്കുന്നു, ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും സുനിശ്ചിതവും ദൈവസ്ഥാപിതവുമായ അടയാളവും സാന്നിധ്യവും വേദിയുമായി ഈശോ നിയോഗിച്ചിരിക്കുന്നത് തിരുസഭയെയാണ്. പത്രോസിനോട് കേസറിയ ഫിലിപ്പിയിൽ വെച്ച്, പത്രോസെ നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും എന്ന് അരുളി ചെയ്ത ഉടൻ ഈശോ കൂട്ടിച്ചേർത്തത് നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന്. ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നു, ഈശോ പത്രോസിനൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നതായി, ശെമയോനെ ശെമയോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കൊഴിക്കുവാൻ ഉദ്യമിച്ചു എന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈശോയെ തള്ളിപ്പറയാൻ ഇടവന്ന അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ പത്രോസ് പിന്നീട് തൻ്റെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട ദൈവജനത്തിന് എഴുതി, അലറുന്ന സിംഹത്തെ പോലെ നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നുവെന്ന് 1 പത്രോസ് 5:8 നാം അത് വായിക്കുന്നുണ്ട്. 1-ാമത്തെ മാർപ്പാപ്പയെ അനുകരിച്ച് ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ ചുമതലയേറ്റ നാൾ മുതൽ സാത്താനെ അവൻ്റെ കെണികളെയും കുറിച്ച് മുന്നറിയിപ്പ് തരുന്നതിന് വിരമിച്ചിട്ടില്ല. 2014 ഏപ്രിൽ 11 പ്രഭാത വിചിന്തനത്തിൽ പാപ്പ പറഞ്ഞു, സാത്താൻ എന്നത് പ്രിയ മക്കളെ ഒരു പഴങ്കഥയല്ല. ഈ 21-ാം നൂറ്റാണ്ടിലും അവൻ പ്രവർത്തനനിരതനാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകളിൽ നിന്നും അവനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മാർഗങ്ങൾ നാം പഠിക്കണം. എഫെസസ് ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ അപ്പോസ്തലൻ എഴുതുന്നുണ്ടല്ലോ. അതിനായി ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നാം അറിയണം. വിധക്കാരൻ്റെ ഉപമ ഈശോ പഠിപ്പിച്ചു കഴിഞ്ഞ് അർത്ഥം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് ഈശോയുടെ പക്കൽ സ്വകാര്യമായി എത്തി ശിഷ്യന്മാരുടെ ഈശോ പറഞ്ഞില്ലേ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. സ്നേഹമുള്ളവരെ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനായി നമുക്ക് നമ്മുടെ ഉള്ളങ്ങളെ ഈശോയുടെ പക്കൽ തുറക്കാം. വിശുദ്ധ എപ്രാസ്യാമ്മ, നമ്മുടെ നാടിൻ്റെ വല്ലൂരത്തെ വിശുദ്ധ, അവരുടെ ജീവിതത്തെപ്പറ്റി ഏറ്റവും ആധികാരികമായി നമുക്ക് വിവരം നൽകുന്ന എപ്രാസ്യാമ്മയുടെ ലിഖിതങ്ങൾ എന്നീ പുസ്തകം. ഈ പുസ്തകത്തിൽ എപ്രാസ്യാമ്മ തൻ്റെ ആത്മീയ അനുഭവങ്ങൾ തൻ്റെ ആത്മീയ പിതാവായിരുന്ന അന്നത്തെ തൃശ്ശൂർ മെത്രാൻ ജോൺ മേനാശ്ശേരി പിതാവിന് എഴുതി അറിയിക്കുന്ന ആ കത്തുകളാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കമായിട്ടുള്ളത്. 79 കത്തുകൾ. തൻ്റെ കത്തുകളെല്ലാം പിതാവെ കീറിക്കളയണമേ, ആരെയും കാണിക്കരുത് എന്ന് പറഞ്ഞാണ് എപ്രാസ്യാമ്മ എഴുതിയിരുന്നത്. എങ്കിലും ജോൺ മേനാശ്ശേരി പിതാവ്
പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് കുറേ കത്തുകൾ എടുത്തു വെച്ചു. നമുക്ക് ആത്മീയ വളർച്ചയ്ക്കും പടുത്തുയർത്തലിനും ഉപകാരപ്പെടുമെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് അത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ് ഇത് എപ്രാസ്യാമ്മയുടെ ലിഖിതങ്ങൾ. എപ്രാസ്യാമ്മയുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് ഈ പുസ്തകത്തിൽ കടന്നു പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൽ 35 നമ്പർ കത്തിൽ നിന്നും ചില ഭാഗങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാനായിട്ട് നമ്മളിപ്പോൾ പോവുകയാണ്. ഇത് എപ്രാസ്യാമ്മ 28 വയസ്സുള്ള അവസരത്തിൽ ഒല്ലൂർ മഠത്തിൽ നിന്നും മേനാച്ചേരി പിതാവിന് എഴുതിയൊരു കത്താണ്. അതിൽ എങ്ങനെയാണ് ഈ പൈശാചിക ശക്തികൾ എപ്രാസ്യാമ്മയെ ഉപദ്രവിച്ചിരുന്നത്, അസാധാരണമായ പൈശാചിക ഇടപെടലുകളിൽ പേഴ്സണൽ ഇൻഫെസ്റ്റേഷൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ എപ്രാസ്യാമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായതിനെപ്പറ്റി എപ്രാസ്യാമ്മ ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. എപ്രാസ്യാമ്മ എഴുതുകയാണ്: പിതാവേ, ദൈവശത്രുക്കളായിരിക്കുന്ന നരകപിശാചുക്കൾ എൻ്റെ കന്യാവ്രതത്തിന് മറുത്തുള്ള കഠിന പരീക്ഷകളെ മഹാപാപിയായ എൻ്റെ ശരീരത്തിൽ തൊട്ടുകൊണ്ട് ഒരു മൃഗത്തോടെന്ന പോലെ എല്ലാം എന്നോട് പ്രവർത്തിച്ചു. എൻ്റെ പിതാവിൻ്റെ കൽപ്പനയാൽ ഞാൻ എഴുതുന്നു. പിതാവേ, എൻ്റെ കൈ വിറച്ചു പോകുന്നു. അവർ എന്നോട് പ്രവർത്തിച്ചിരിക്കുന്ന ഓരോ വിധത്തിലുള്ള കഠിനതകളുടെ ഓർമ്മയാൽ സഹിക്കരുതാത്ത ദുഃഖവും വ്യസനവും ഈ നേരത്തുകൂടെ ഞാൻ അനുഭവിക്കുന്നു. ഇനി ഒന്നും എൻ്റെ പിതാവേ ഈ കാര്യത്തെക്കുറിച്ച് തിരിച്ചെഴുതുന്നതിന് എന്നെ വശമാകുന്നില്ലല്ലോ. പിതാവ്, ഞാൻ എന്തു ചെയ്യേണ്ടു? അപ്പോൾ ഇവിടെ പിശാചുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ അതികഠിനമായ ഒരു പീഡയുടെ ഇടപെടൽ അതേപ്പറ്റി എപ്രാസ്യം പങ്കുവെക്കുകയാണ്. സമർപ്പിതയായി കന്യകാമഠത്തിൽ ജീവിക്കുന്ന 28 വയസ്സുള്ള എപ്രാസ്യാമ്മയുടെ പക്കൽ പിശാചുക്കൾ നടത്തിയ അല്ലെങ്കിൽ ഒരുമ്പെട്ട പീഡകളെന്ന് പറയുന്നത് ഭീതിജനകമാണ്, ഭയാനകമാണ്. എപ്രാസ്യാമ്മ എഴുതിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു: കന്യാവ്രതത്തിന് മറുത്തുള്ള കഠിന പരീക്ഷകളെ എൻ്റെ ശരീരത്തിൽ തൊട്ടുകൊണ്ട് ഒരു മൃഗത്തോടെന്ന പോലെ. ഈ പിശാചുക്കൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് പിശാചുക്കളുടെ എന്തെങ്കിലും അരൂപിയുടെ രൂപത്തിലല്ല, മനുഷ്യരൂപത്തിലാണ്. ഇവിടെ എപ്രാസ്യാമ്മ എഴുതിയിരിക്കുന്ന വാക്ക് ഒരു മൃഗത്തോടെന്ന പോലെ എന്നോട് പ്രവർത്തിച്ചു. അങ്ങനത്തെ ഒരു പൈശാചിക പീഡ, അത് നിൻ്റെ കന്യാവ്രത സമർപ്പണത്തിന് വിരുദ്ധമായ ഒരു പ്രലോഭനം, അതിനെതിരുള്ളൊരു പ്രലോഭനമായിട്ട് വരാൻ എന്തുകൊണ്ടാണ് ഇട വന്നത് എപ്രാസ്യാമ്മയ്ക്ക്? അതാണ് ഇവിടെ നമുക്ക് പ്രസക്തമായിട്ടിരിക്കുന്നത്. ഇവിടെ എപ്രാസ്യാമ്മ പറയുകയാണ് ഇതെങ്ങനെ സംഭവിച്ചുവെന്ന്. അതിനു മുമ്പുള്ള ഒരവസരത്തിൽ ഈശോ എപ്രാസ്യാമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞുവത്രേ. ഈശോ പറഞ്ഞു: മകളെ, നിൻ്റെ കന്യാവ്രതത്തിന് മറുത്തുള്ള പരീക്ഷയ്ക്ക് മുൻപിൽ ഞാൻ സമ്മതിക്കാത്തത് കൊണ്ടാകുന്നു അന്നത്തെ നിൻ്റെ യുദ്ധത്തിൽ നീ ജയിച്ചത് എന്ന് അവർ സങ്കടം പറയുന്നു. ഈ അവർ എന്ന് പറയുന്നത് പിശാചുക്കളാണ്. അപ്പോൾ കന്യാവ്രതത്തിന് മറുത്തുള്ള പരീക്ഷയ്ക്ക് പിശാചുക്കൾ നേരത്തെ എപ്രാസ്യാമ്മയെ പല രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും വിജയിച്ചിട്ടില്ല. അങ്ങനെ വിജയിക്കാതെ പിശാചുക്കൾ തോറ്റപ്പോൾ അവർ ഈശ്വര പക്കൽ പരാതി പറയുകയാണ്. ഈശോ സമ്മതിക്കാത്തത് കൊണ്ടാണ്. സമ്മതിക്കാത്തത് എന്താണ്? ഈ എപ്രാസ്യാമ്മയെ അവരുടെ സ്വാതന്ത്ര്യത്തിന് പെരുമാറാനായിട്ട് ഈശോ വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ ഒന്ന് വിട്ടു തന്നാൽ ഞങ്ങൾ കാണിച്ചു തരാം അവൾ പാപത്തിൽ വീഴുന്നത്, പാപം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഈശോയുടെ അപ്പം അന്നത്തെ യുദ്ധത്തിൽ നീ ജയിച്ചത് ഞാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് എന്നവർ സങ്കടം പറയുന്നു. കൊള്ളാം മകളെ, അവർ ആയതും നിന്നോട് ചെയ്യുന്നതിനും അവരുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും നിന്നോട് പ്രവർത്തിക്കുന്നതിനും നിൻ്റെ ശരീരത്തെ അവർക്ക് ഞാൻ ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്നു. അപ്പോൾ എപ്രാസ്യാമ്മയുടെ ശരീരത്തെ, ആ ശരീരം കന്യാവ്രതം വഴി ഈശോയ്ക്ക് സമർപ്പിതമാണ്. വ്രതവാഗ്ദാനം വഴി ഈശോയ്ക്കായിട്ട് എഴുതി കൊടുത്തതാണ്. എപ്രാസ്യാമ്മയുടെ ജീവിതവും ശരീരവും മനസ്സും എല്ലാം അത് ഈശോയുടെ സ്വന്തമാണ്. ഈശോ അത് എന്തു ചെയ്യുന്നു? ഇവിടെ പിശാചുക്കൾക്ക് അവരുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും പ്രവർത്തിക്കാനായിട്ട് പിശാചുക്കൾക്ക് ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഫലമാണ് പിശാചുക്കൾ വന്ന് കഴിഞ്ഞ രാത്രിയിൽ എപ്രാസ്യാമ്മയുടെ പക്കൽ ശരീരത്തിൽ തൊട്ടുകൊണ്ട് കന്യാവ്രതത്തിന് വിരുദ്ധമായി ഒരു മൃഗത്തോടെന്ന പോലെ എല്ലാം എന്ന് പ്രവർത്തിച്ചു പിതാവേ എന്ന് പറഞ്ഞ ആത്മീയ പിതാവിന് എഴുതുന്നത്. നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ഒരു വചന രംഗമുണ്ട്. അത് പഴയ നിയമത്തിലെ ജോബിൻ്റെ സംഭവമാണ്. ജോബിനെ പറ്റി ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, സാത്താൻ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട്, 8-ാം വാക്യം,
കർത്താവ് ചോദിച്ചു, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്നകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? എപ്രാസ്യാമയെപ്പറ്റി ഈശോയ്ക്കുള്ള തൃപ്തി പോലെ ജോബിനെപ്പറ്റി ദൈവത്തിനുള്ള വലിയ തൃപ്തിയാണ് ഈ വാക്കുകളിൽ പ്രകടമാകുന്നത്. പക്ഷെ സാത്താൻ തിരിച്ചു ചോദിക്കുകയാണ്, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ എന്താ ചെയ്യുക? അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അവൻ്റെ സമ്പത്തിൻ്റെ മേൽ കൈവച്ചാൽ അവനങ്ങ് ദുഷിക്കുന്നത് കാണാം. കാരണം അവനെ ഒന്ന് വിട്ടുതാ. നീ ഇപ്പം ജോബിൻ്റെ ജീവിതത്തിനും കുടുംബത്തിനും ഭവനത്തിനും വസ്തുക്കളും ചുറ്റും വേലി കെട്ടി സംരക്ഷണം കൊടുത്തിരിക്കുകയല്ലേ, എനിക്കങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല, അതൊന്ന് പൊളിച്ചിട്ടുതാ, ഞാൻ അങ്ങോട്ടൊന്ന് കയറട്ടെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം അവൻ നിന്നെ ദുഷിക്കുന്നത്. അപ്പോൾ തമ്പുരാൻ ഇവിടെ ചെയ്ത് നമുക്കറിയാം. സാത്താനോട് അവിടുന്ന് പറഞ്ഞു 12-ാം വാക്യം, അവനുള്ള സകലത്തിൻ്റെ മേൽ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു, എന്നാൽ അവനെ ഉപദ്രവിക്കരുത്. ഇത് 1-ാം ഘട്ടത്തിലെ അനുവാദമാണ്. അവിടെ സാത്താൻ പോയിട്ട് ജോബിനെ തൊടുന്നില്ല, പക്ഷേ ജോബിൻ്റെ കുടുംബം, മക്കൾ, വസ്തുവകകൾ എല്ലാം തകർത്തു. ആ അവസ്ഥയിൽ ജോബ് ദൈവത്തെ നിന്ദിച്ചില്ല, ഇട്ടിട്ട് പോയില്ല, സ്തുതിച്ചുകൊണ്ടേയിരുന്നു. 2-ാം പ്രാവശ്യവും 2-ാമത്തെ അധ്യായത്തിൽ വീണ്ടും വായിക്കുകയാണ്. സാത്താൻ വീണ്ടും ദൈവത്തിൻ്റെ പക്കലെത്തുമ്പോൾ തമ്പുരാൻ ചോദിച്ചു, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ അത്ര അനുവദിച്ചു, എന്നിട്ട് കണ്ടോ ജോബ് പാപം ചെയ്യുന്നില്ലല്ലോ, അവൻ്റെ പുണ്യം വിശ്വസ്തത നിനക്ക് ബോധ്യമായോ? അപ്പോൾ സാത്താൻ പറയുകയാണ്, ചർമ്മത്തിന് ചർമ്മം എന്ന് വെച്ചാൽ മേല് നോവുമ്പോഴേ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകുകയുള്ളൂ. അവൻ്റെ മേത്ത് തൊടാൻ, ശരീരത്തിൽ തൊടാനായിട്ട് നീ എന്നെ അനുവദിച്ചിട്ടില്ലല്ലോ. അവന് ബാക്കിയെല്ലാം പുറമേയല്ല നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അവൻ്റെ ദേഹത്ത് തൊട്ട് ഞാനൊന്ന് ഇടപെടട്ടെ, അപ്പോൾ അവൻ മേല് നോവുമ്പം അവൻ്റെ തനിനിറം കാണാം. അപ്പോൾ ദൈവം അനുവദിക്കുകയാണ്. ശരി, 6-ാം വാക്യത്തിൽ തമ്മിൽ നമ്മൾ വായിക്കുകയാണ്, ഇതാ അവനെ നിനക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു, അവൻ്റെ ജീവനിൽ മാത്രം കൈവയ്ക്കരുത്, ജീവൻ പോകരുത്, ബാക്കി എന്തും ചെയ്തു. അപ്പം പിശാച് ജോബിനെപ്പറ്റി തമ്പുരാൻ്റെ പക്കൽ പറയുന്നത്, നീ അവനെ പൊതിഞ്ഞ് സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് അവനെ പ്രലോഭിപ്പിക്കാൻ അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ പ്രേരിപ്പിക്കാൻ കൈ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് അവൻ നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇതേ പരാതിയാണ് എപ്രാസ്യാമയെപ്പറ്റി ഈശോയുടെ പക്കൽ പിശാചുക്കൾ പറയുന്നതായിട്ട് നമ്മൾ എപ്രാസ്യാമയുടെ കത്തുകൾ വായിക്കുന്നത്. ജോബിൻ്റെ കാര്യത്തിൽ ദൈവം അനുവദിച്ചു, ഇവിടെ എപ്രാസ്യാമയുടെ കാര്യത്തിലും ഈശോ അനുവദിച്ചു. ഈശോ പറയുന്നത് നമ്മൾ വായിച്ചു കേട്ടു. എപ്രാസ്യാമ എഴുതിയിരിക്കുകയാണ്, കൊള്ളാം മകളെ, അവർ ആയുധം നിന്നോട് ചെയ്യുന്നതിനും അവിടെ ഇഷ്ടം പോലെ എന്തെങ്കിലും നിന്നെ പ്രവർത്തിക്കുന്നതിനും നിൻ്റെ ശരീരത്തെ അവർക്ക് ഞാൻ ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് പിശാചുക്കൾ ഈ രീതിയിൽ ഇടപെടാൻ ആരംഭിക്കുന്നത്. ആ ഒരു അനുഭവത്തിൻ്റെ മൂർധന്യാവസ്ഥ എപ്രാസം ഇങ്ങനെ പങ്കുവെക്കുകയാണ്. നരകപിശാചുക്കളുടെ കഠിന പ്രവൃത്തിയാൽ പെട്ടെന്ന് വിട്ട് ഞാനൊന്ന് നിലവിളിച്ചു പോയി. അതോടെ ഞാൻ ക്രൂശിതനായ ഈശോയുടെ രൂപം കണ്ടു. ഒരു വശത്ത് പിശാചുക്കൾ ഇങ്ങനെ എപ്രാസ്യമേ പീഡിപ്പിക്കുന്നു, മൃഗത്തോടെന്ന പോലെ പെരുമാറിക്കൊണ്ട് അതിൻ്റെ കഠിനതയാൽ വിട്ട് നിലവിളിച്ചു പോയി. എപ്രാസം എഴുതിയിരിക്കുകയാണ്. അങ്ങനെ നിലവിളിച്ചപ്പോൾ ഈശോ അവിടെ കുരിശിൽ ചോരയിൽ കുളിച്ച് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ കാണപ്പെടുകയാണ്. എന്നിട്ട് എപ്രാസമേ ശക്തിപ്പെടുത്തുകയാണ്. കുരിശിൽ വെച്ച് ഞാൻ സഹിച്ചിരിക്കുന്ന പാടുകളെല്ലാം നീ ഓർക്കുന്നില്ല മോളെ, എന്താ ഇത്ര കലങ്ങുന്നത്? അവരെന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ, നീ ഒന്നിനും സമ്മതിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഇങ്ങനെ കാണപ്പെടുകയാണ്. മാതാവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ഈശോ പറയുകയാണ്, നീ ഒന്നിനും സമ്മതിക്കരുത്, അവരെന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ, എൻ്റെ ഇഷ്ടം നിനക്ക് മതി. വീണ്ടും ഓരോ കഠിനത ചെയ്ത സമയം, ഇവിടെയാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു പോയിൻ്റ് ഇവിടെ വരിക. വീണ്ടും അവർ ഓരോ കഠിനത ചെയ്ത സമയം പരിശുദ്ധ അമ്മ ഈശോയോട് പറയുന്നത് എബ്രാസാമ കേട്ടിട്ട് ഇങ്ങനെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ, മകനെ ഇനി മതി എന്ന് 2 പ്രാവശ്യം അപേക്ഷിച്ചത് ഞാൻ കേട്ടു. പരിശുദ്ധ അമ്മ അവിടെയുണ്ട്. ഈ രംഗമെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അമ്മയുടെ ഹൃദയം നൊന്ത് വേദനിക്കുകയാണ്. മോളെ എപ്രാസ്യാമ ഇതുപോലെ പിശാചുക്കളിട്ട് പീഡിപ്പിക്കുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കുക വയ്യാതെ അടുത്ത് നിൽക്കുന്ന ഈശോയെ ഒരുപക്ഷെ ഉടുപ്പെ പിടിച്ച് വലിച്ച്, മോനെ മതി, ഇനി മതി, അത് നിങ്ങളെ ഓടിച്ചു വിട് എന്ന് അമ്മ കരഞ്ഞുകൊണ്ട് എന്ന പോലെ ഈശോയോട് പറയുന്നത് എപ്രാസ്യാമ കേട്ടു. അതിന് ഈശോയുടെ മറുപടി എപ്രാസ്യാമ കേട്ടു. ഇങ്ങനെയാണ് അത് എപ്രാസ്യാമ എഴുതിയിരിക്കുന്നത്, അമ്മേ, അവർ തന്നെ തോറ്റു പോകട്ടെ, കുറേ കൂടി കഴിയുമ്പോൾ തീർന്നു പോകും എന്ന് താൻ ഉത്തരിച്ചു. അമ്മേ,
അവർ തന്നെ തോറ്റു പോകട്ടെ, കുറേ കൂടി കഴിയുമ്പോൾ തീർന്നു പോകും എന്ന് താൻ ഈശോ ഉത്തരിച്ചു. ഇത് എഫ്രാസ്യാമ്മയുടെ ലിഖിതങ്ങളിൽ 35-ാമത്തെ കത്തിൽ എഫ്രാസ്യാമ്മ എഴുതിയിരിക്കുന്നതാണ്. എഫ്രാസ്യാമ്മ വിശുദ്ധയാണ്. സഭ നമുക്ക് ആ സഹോദരി അൾത്താരെ വെച്ച് തരുമ്പോൾ ആ സഹോദരി എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങളൊന്നും നമുക്ക് ലാഘവമായിട്ട് എടുക്കാനുള്ളതല്ല. വിശുദ്ധരെ പറ്റിയൊക്കെ അനേക ജീവചരിത്രങ്ങളുണ്ട്. പല ജീവചരിത്രവും എഴുതുന്ന ആൾക്കാരുടെ ഭാവനയും തീഷ്ണതയും ഭക്തിയെല്ലാം കൂട്ടിച്ചേർത്തുള്ള വിവരണങ്ങളായിട്ട് പോകാറുണ്ട്. ഇവിടെ നമ്മൾ എഫ്രാസ്യയെ പറ്റി വായിക്കുന്ന കാര്യം ആരും ഒരിക്കലും വായിക്കില്ല എന്നുള്ള ചിന്തയിൽ തൻ്റെ ആത്മീയ പിതാവിന് ഒരു കുമ്പസാരത്തിൻ്റെതായ വിശ്വസ്തയിലും തുറവയോടും സ്വകാര്യതയിലും തുറന്ന് പങ്കുവച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ഒരു വാക്കുപോലും അതിശോക്തിയില്ല, ഒരു വാക്കുപോലും, ഒരു പങ്കുവെക്കൽ പോലും വർണ്ണനയില്ല. എഫ്രാസ്യാമ്മയുടെ സ്വന്തം അനുഭവങ്ങൾ തുറന്നെഴുതിയിരിക്കുന്നതാണ്. നമുക്കത് ഓരോ വാക്കും അതേപടി വിഴുങ്ങാനായിട്ട് വിശ്വസനീയമാണ്. അതിന് ക്വാളിറ്റി ഉള്ളതാണ്. ഇതിന് നമുക്ക് പഠിക്കാനുണ്ട്. ഈ വ്യക്തിയെ, സഹോദരിയെ അൾത്താരെ സഭയും തരുമ്പം ഇത് നമുക്ക് അവഗണിക്കാനുള്ളതല്ല. നമ്മളൊന്ന് പഠിക്കണം. എന്താണ് പഠിക്കുക? ഇവിടെ ഈശോയുടെ മനസ്സ് ശ്രദ്ധിച്ചേ. അത് പിതാവായ ദൈവത്തിൻ്റെ മനസ്സാണ്. നമുക്കറിയാം സ്വർഗത്തിൻ്റെ മനസ്സാണ്. എന്താണ് സ്വർഗത്തിൻ്റെ മനസ്സ്? പൈശാചികമായ ഇടപെടലുകൾക്കെതിരെ നമ്മെ, വീട്ടിൽ കോഴിയെ വളർത്തുന്ന വീട്ടമ്മ കോഴിയെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് വല്ലക്കൊട്ട കൊണ്ട് മൂടി മുകളിലൊരു വെയിറ്റും കയറ്റി വെച്ച് പരുന്തും പട്ടിയും പൂച്ചയും കാക്കയും ഒന്നും കൊത്താതെ പിടിക്കാതെ ഇങ്ങനെ മൂടി സൂക്ഷിക്കുന്ന പോലെ നമ്മളെ സൂക്ഷിക്കാൻ അതല്ല ദൈവത്തിൻ്റെ പദ്ധതി. അതല്ല ദൈവത്തിൻ്റെ പദ്ധതി. സകല പൈശാചികമായ കെണികൾക്കും പീഡകൾക്കും പ്രലോഭനങ്ങൾക്കും മുൻപിൽ നമ്മളെ അവിടുന്ന് അഴിച്ചുവിടുകയാണ്. പക്ഷേ വചനം പറയാൻ നമുക്കറിയാം, നമ്മുടെ ശക്തിക്ക് അതീതമാം വിധം പരീക്ഷിക്കപ്പെടാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. നമ്മളിവിടെ ജോബിൻ്റെ കാര്യത്തിലും എഫ്രാസ്യാമ്മയുടെ കാര്യത്തിലും നിരീക്ഷിക്കുന്ന ഒരു കാര്യം, സാത്താന് അവൻ്റെ ഇഷ്ടം പോലെ കയറി മനുഷ്യമക്കളുടെ മക്കൾ എന്തും ചെയ്യാൻ പറ്റുകയില്ല. ദൈവം അനുവദിക്കുന്നിടത്ത് മാത്രമേ അവന് വരാൻ പറ്റുള്ളൂ. ജോബിൻ്റെ കാര്യത്തിൽ ദൈവം അനുവദിച്ച് കൊടുക്കുന്നിടത്തോളം കയറി വരുന്നുള്ളൂ. അതിനപ്പുറം അവന് പറ്റുന്നില്ല, അനുവദിക്കുന്നതിന് മുമ്പ് സാധിക്കുന്നില്ല. എഫ്രാസ്യാമ്മയുടെ കാര്യത്തിലും സാധാരണ രീതിയിലുള്ള പ്രലോഭനങ്ങളെല്ലാം അവനുണ്ട്. പക്ഷേ ഒരു പരിധിക്കപ്പുറം അവന് കയറി ഇടപെടാനായിട്ട് സ്വാതന്ത്ര്യമില്ല. അത് ദൈവം അനുവദിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ദൈവം തന്നെ മനുഷ്യമക്കൾക്കൊരു സംരക്ഷണ കവചം വെച്ചിട്ടുണ്ട്. നമ്മളായിട്ട് തമ്പുരാൻ വെച്ചിരിക്കുന്ന സംരക്ഷണം പൊളിച്ചിട്ട് അത് പുറത്തേക്ക് ഇറങ്ങിപ്പോകാനായിട്ട് ഇട വരുത്തുന്നില്ല എങ്കിൽ നമുക്കൊരു സംരക്ഷണം എപ്പോഴും ഉണ്ട് എന്ന കാര്യം നമ്മൾ അറിയണം. പക്ഷേ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മൾ വായിക്കുന്നുണ്ട്. 91-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 1-2 വാക്യങ്ങളിൽ, അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവൻ ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവൻ ദൈവത്തിൻ്റെ തണലിൽ വസിക്കുന്നവൻ. കർത്താവിനോട് എൻ്റെ ആശ്രയവും എൻ്റെ കർത്താവ് എൻ്റെ ദൈവവും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അപ്പോൾ അവിടെ ആദ്യത്തെ വാക്കുകൾ തന്നെ പറയുന്നുണ്ട്, അത്യുന്നതൻ്റെ സംരക്ഷണം നമുക്ക് വേണമെങ്കിൽ ദൈവത്തിൻ്റെ തണലിൽ വസിക്കണം. നമ്മൾ ആ 91 സങ്കീർത്തനം ഒരുവിട്ട നമുക്ക് സംരക്ഷണമാണെന്ന് യഹൂദന്മാരുടെ കാലഘട്ടം മുതലേ റബിമാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ സങ്കീർത്തനം ഒരു സംരക്ഷണ സങ്കീർത്തനമാണ്. അത് അന്ന് മുതലേ ഉപയോഗിച്ച് വന്നതിന് തെളിവുകളുണ്ട്, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ തണൽ വിട്ടു പോകരുത്. ദൈവത്തിൻ്റെ തണൽ വിട്ട് എവിടെയെങ്കിലും പോയിച്ചിട്ട് സംരക്ഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞ് സങ്കീർത്തനം ഒരുവിട്ട കാര്യമില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മരത്തിൻ്റെ തണൽ കെട്ടണമെങ്കിൽ മരം ഇവിടെ നിൽക്കുന്നു, നമ്മൾ അപ്പുറത്തുള്ള വാറപ്പുറത്തിരിക്കുന്നു, നമുക്ക് തണൽ കിട്ടിയാല. മരത്തിൻ്റെ തണൽ നമുക്ക് കുളിർമയായിട്ട് വരണമെങ്കിൽ മരത്തോട് ചേർന്ന്, അതിന് തായ്തടിയോട് എന്തുമാത്രം ചേർന്ന് നിൽക്കാവോ അത്രയും ചേർന്ന് നിൽക്കണം. ചുരുങ്ങിയ പക്ഷം അതിൻ്റെ ശിഖരങ്ങൾ നീണ്ടു നിൽക്കുന്നതിൻ്റെ കീഴിലേക്കെങ്കിലും മാറി നിൽക്കണം. അത്രയും ചേർന്ന് അതിനപ്പുറം വിട്ടുപോകാതെ നിൽക്കുന്നൊരു വ്യക്തിക്ക് മാത്രമേ മരത്തിൻ്റെ തണൽ കിട്ടുകയുള്ളൂ. ആ തണുപ്പും സൂര്യപ്രകാശം ചൂടിൽ നിന്നുള്ള സംരക്ഷണം കിട്ടുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ തണൽ വിട്ട് നമ്മൾ പോകരുത്. അതിന് ചിന്ത പറഞ്ഞത്, നമ്മൾ ദൈവത്തിൻ്റെ സംരക്ഷണം അൺകണ്ടീഷണൽ അല്ല, തമ്പുരാനോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ. 91 സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ തിരുവചനം, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നു.
തായ്തടിയോട് ചേർന്ന് നിൽക്കുന്നു, അപ്പോൾ തണൽ കിട്ടുകയാണ്. യാക്കോബിൻ്റെ ലേഖനത്തിലും 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അപ്പോൾ അവിടുന്ന് നമ്മളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവികമായ സംരക്ഷണം കിട്ടുക. യാക്കോബിൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായം 8-ാം തിരുവചനം, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സംരക്ഷണമുണ്ട്. നമ്മളായിട്ടെന്നാൽ പാപത്തിൻ്റെ വഴിയിലേക്ക് ഇറങ്ങിപ്പോയി പേഴ്സണൽ സബ്ജുഗേഷൻ, പിശാചിനെ വിളിച്ചു വരുത്തുന്നു. ഓജോ ബോർഡും ബ്ലാക്ക് മാസും അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ പൈശാചിക പാട്ടുകളും കാര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് അവനെ വിളിച്ചു വരുത്താൻ പോയാൽ സംരക്ഷണമില്ല. എന്നാൽ അപ്പോൾ ദൈവത്തോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ സംരക്ഷണമുണ്ട്. അങ്ങനെ ചേർന്ന് നിൽക്കുന്നവരെ പിശാചിന് എന്തുമാത്രം ഇടപെടാം? ദൈവം അനുവദിക്കുന്നിടത്തോളം മാത്രം. ദൈവം എന്തുമാത്രം അനുവദിക്കും? നാം ഓരോരുത്തരുടെയും ആത്മീയ ശേഷി കണ്ട് അതനുസരിച്ച് മാത്രമേ അനുവദിക്കുകയുള്ളൂ. ജോബിനെക്കുറിച്ച് ദൈവത്തിന് നല്ല ഉറപ്പാണ്. അവനെ കണ്ടോ? ജോബിനെ കണ്ടോ? അവനെപ്പോലെ ദൈവഭക്തനും കൽപ്പന പാലിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? തമ്പുരാൻ അതുപോലെ അറിയാം. അതുപോലെ തന്നെ എപ്രാസിനെ പറ്റി ഇതുപോലെ അറിയാം. അതുകൊണ്ടാണ് പിശാചിന് ഇതുപോലെ ഇടപെടാനായിട്ട് ഈശോ അവിടെ അനുവദിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അതുവഴിയായി ഈശോ പിശാചിൻ്റെ തലയെ തകർത്ത് നേടിയെടുത്ത ആ വിജയം ഇവിടെ ആഘോഷിക്കപ്പെടണം. ഈശോ തൻ്റെ കൃപ ചൊരിഞ്ഞു കൊടുക്കുന്ന സ്വീകരിച്ചിട്ട് ആ കൃപയുടെ ശക്തിയാൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പൈശാചികളെ തോൽപ്പിച്ച് ഓടിച്ച് അങ്ങനെ ദൈവരാജ്യം വ്യക്തി ജീവിതങ്ങളിൽ തെളിയണം, വിടരണം, ദൈവത്തിന് മഹത്വം ഉണ്ടാവണം. അല്ലായെങ്കിൽ പിശാച് തമ്പുരാനെ നോക്കി കൊഞ്ഞനം കുത്തിയിട്ട് പറയും, നീ അവരെ എല്ലാം പൊത്തി വെച്ചിരിക്കുകയല്ലേ, ഒന്ന് അഴിച്ചുവിട്, അപ്പോൾ തന്നിതരം കാണിച്ചു തരാം. അത് ദൈവത്തിന് മഹത്വമല്ല. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞ് യോർദാനിൽ സ്നാനം സ്വീകരിച്ച് കഴിഞ്ഞ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിക്കുന്നതായിട്ട് കാണാം. ലൂക്കാ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ 1-2 തിരുവചനങ്ങളിൽ ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ യോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവ് ഭരിക്കുന്ന അവസ്ഥയിൽ ഈശോ വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഈശോയെ നയിക്കുന്ന മരുഭൂമിയിലേക്കാണ്. മരുഭൂമി എന്ന് പറയുന്നത് ബിബ്ലിക്കൽ ലാംഗ്വേജിൽ പിശാചിൻ്റെ കൂടാണ്, പിശാചിൻ്റെ സ്ഥലമാണ് മരുഭൂമി. അവിടേക്ക് കൊണ്ടുപോവുക. എന്താണ്? പിശാചിനെ പരീക്ഷിക്കപ്പെടാൻ പരിശുദ്ധാത്മാവ് കൊണ്ടുപോവുകയാണ്. അപ്പം അത് ഈശോ പരാജയപ്പെടാൻ വേണ്ടിയല്ല, ഈശോ വിഷമിക്കാൻ വേണ്ടിയല്ല. ഈശോ പിശാചിൻ്റെ കൂട്ടിലേക്ക് ചെന്നിട്ട് അവനെ തകർക്കണം, അവനെ തോൽപ്പിക്കണം, അവൻ്റെ ദുഷ്പ്രേരണ മറികടക്കണം. അതിനുവേണ്ടി കൊണ്ടുപോവുകയാണ്. വല്ലക്കൊട്ട പൊക്കിയിട്ട് അകത്തുള്ള കോഴിക്കുഞ്ഞുങ്ങളെയും കോഴിയെല്ലാം കൂടെ പട്ടിയുടെയും പൂച്ചയുടെയും പരുന്തിൻ്റെ എറിയൻ്റെ മുമ്പിലേക്ക് ഇറക്കി വിടുന്ന വീട്ടമ്മയെ പോലെയാണ്. കരുത്ത് അതിന് തീറ്റ കൊടുത്ത് നല്ല കരുത്താക്കിയിട്ട് ഇറക്കി വിടുകയാണ്. ചെന്ന് പട്ടിയെ ഓടിക്കട്ടെ, ചെന്ന് പരുന്തിനെ ഓടിക്കട്ടെ. അങ്ങനത്തെ ഒരു നിലപാടാണ് ദൈവം എടുക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് മറ്റൊരു രംഗം കൂടെ ചേർത്ത് വെച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നു. 22-ാമത്തെ അധ്യായം ലൂക്ക 22 31 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിച്ചതാണ്. ശെമയോൻ ശെമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവിടെ ശെമയോനെ 2 പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു മുന്നറിയിപ്പ് എല്ലാവർക്കും വേണ്ടിയുള്ള, നിങ്ങളെ പ്ലൂറലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കിലും അങ്ങനെ പ്ലൂറലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. മലയാളത്തിൽ അങ്ങനെ വിവർത്തനം ചെയ്തിരിക്കുന്നെങ്കിലും ഇംഗ്ലീഷിൽ പറയുന്നത് സേറ്റൻ ഹാസ് ഡിമാൻഡഡ് ടു ഹാവ് യു, നിന്നെ കിട്ടാൻ അനുവാദം ചോദിച്ചിരിക്കുന്നു. ഗ്രീക്കിലും മൂലാർത്ഥം അങ്ങനെയാണ്. നിന്നെ പരീക്ഷിക്കാൻ, ഗോതമ്പ് പോലെ പൊഴിച്ച് കളയാനായിട്ട്, പ്രലോഭിപ്പിക്കാനായിട്ട് പരീക്ഷിക്കാൻ അനുവാദം ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഈശോ അനുവാദം കൊടുത്തോ ഇല്ലയോ? അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്ക് അനുവാദം കൊടുത്തോ ഇല്ലെന്ന് ഈശോ പറയുന്നില്ല. പക്ഷേ ഈശോ പറയുന്നത് എന്താണ്? എന്നാൽ നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഒരു കാര്യം, നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. 2-ാമത്തെ കാര്യം. ഈ 2 കാര്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈശോ അനുവാദം കൊടുത്തു. അനുവാദം കൊടുത്തത് മാത്രമല്ല, നീ വീഴുമെന്നും ഈശോ കണ്ടു. പത്രോസ് വീഴുന്നത് ചുമ്മാ ഒരു വീഴ്ചയല്ല, ദയനീയമായിട്ട് വീഴും. ആണയിട്ട് ശപിച്ച് ഈശോ അറിയുന്ന തള്ളിപ്പറയും 3 പ്രാവശ്യം. ദയനീയമായ പരാജയം. പത്രോസിൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോകാൻ മാത്രമുള്ള വീഴ്ച. അവിടെ ഈശോ പ്രാർത്ഥിച്ചത് എന്താണ്? അങ്ങനെ പിശാചിൻ്റെ പ്രേരണയാൽ തട്ടിമറിഞ്ഞ് വീണാലും
പത്രോസിൻ്റെ വിശ്വാസം പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ മുൻകൂട്ടി കണ്ട് പത്രോസ് വീട്ടുമെന്ന്, നീ തിരിച്ചു വന്ന് സഹോദരനെ ശക്തിപ്പെടുത്തണം. തിരിച്ചു വരണമെങ്കിൽ തെറ്റിപ്പോകണം. ആദ്യം തെറ്റിപ്പോകുന്നതുകൊണ്ട് തിരിച്ചു വരേണ്ട സാഹചര്യം വരുന്നത് പ്രാർത്ഥിച്ച് വെച്ചിട്ടുണ്ട്. പത്രോസ് വീഴുമെന്ന് കണ്ടിട്ട് പോലും ഈശോ പിശാചിന് അനുവാദം കൊടുക്കുകയാണ്. ആ വീഴ്ചയിലൂടെ പോലും പത്രോസ് ആത്മീയമായിട്ട് വളരാനുണ്ട് എന്ന് ഈശോ കണ്ടു. പദ്രബിയോ പറയും, ദൈവത്തിൻ്റെ അനന്തമായൊരു പദ്ധതിയിൽ പിശാച് പോലും മനുഷ്യമക്കൾക്ക് നമുക്ക് ആത്മീയ ഉപകാരത്തിനായിട്ട് ഭവിക്കുന്നു. നമുക്കൊരു നിമിഷം ഇപ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ ഉള്ളങ്ങൾ ചേർത്ത് പ്രാർത്ഥനാപൂർവ്വം ആയിരിക്കാം. കർത്താവായ ഈശോയെ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പ്രത്യേകിച്ച് വിശുദ്ധ എബ്രാസ്യാമ്മയുടെ ജീവിതത്തിലൂടെ, ജോബിൻ്റെ അനുഭവത്തിലൂടെ, പത്രോസിൻ്റെ പ്രലോഭന രംഗത്തെപ്പറ്റി അങ്ങ് മുൻകൂട്ടി പറയുന്ന രംഗത്തിലൂടെ ഒക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നതിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങൾ നടത്തേണ്ട ആത്മീയ പോരാട്ടത്തെപ്പറ്റിയാണല്ലോ ഇതെല്ലാം വഴി അങ്ങ് ഞങ്ങൾക്ക് വ്യക്തത തരുന്നത്. കർത്താവെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ജോബിനെപ്പറ്റി അങ്ങേക്ക് പ്രത്യാശയും പ്രതീക്ഷയും ഉറപ്പുമുണ്ടായിരുന്നു. എബ്രാസ്യമെ പറ്റി ഉണ്ടായിരുന്നു. പത്രോസിനെപ്പറ്റി പത്രോസ് വീഴുമെന്ന് അറിഞ്ഞിട്ട് പോലും അങ്ങ് അതിലൂടെ ഇറങ്ങി അപ്പുറം കിടക്കാൻ പത്രോസിനെ നയിച്ചു. നല്ല ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ജീവിതങ്ങൾ അങ്ങ് കാണുന്നുണ്ടല്ലോ. അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളത് വിട്ടു തരുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ടും വചന വെളിച്ചം കൊണ്ടും കൃപാശക്തി കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ. വിശുദ്ധ കത്തോലിക്കാ സഭയിൽ ഈ എളിയ ദാസന് കനിഞ്ഞു നൽകപ്പെട്ട ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പലാരൂപതയുടെ വാഗവൺ മൗണ്ടിനുമ്പോ ധ്യാനകേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും നല്ല ദൈവമേ, നിൻ്റെ വചനത്തിന് കാതോർത്ത് കൊണ്ടായിരുന്ന ഈ മക്കളുടെ മേൽ കരമുയർത്തി ഈ ദാസൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സ്പർശനത്തിനായി, ശക്തീകരണത്തിനായി, വിടുതൽ അനുഭവത്തിനായി തുറന്ന് ദാഹിച്ച് സ്വയം സമർപ്പിച്ചായിരിക്കുന്ന മക്കളുടെ മേൽ അങ്ങനെ ശക്തമായ കരസ്പർശന പരിശുദ്ധ ആത്മസാന്നിധ്യം കടന്നു വരട്ടെ. ഈ നിമിഷം തന്നെ ഇവിടെ എല്ലാ കലക്കങ്ങളും മാറിപ്പോകട്ടെ. തിന്മയുടെ പീഡകളുടെ നടുവിൽ കരുത്തോടെ മുന്നേറാൻ ജോബിനെ പോലെ, എബ്രാസ്യാമ്മയെ പോലെ മുന്നേറി വിജയിക്കുവാനുള്ള അഭിഷേകം കർത്താവെ നിൻ്റെ കരുണയാൽ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. അങ്ങനെ ദൈവരാജ്യം ഞങ്ങളിൽ മഹത്വപ്പെടാൻ ഇടവരികയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായ സംരക്ഷണവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.